സിനിമാ കാലമാണ്. IFFK വാർത്തകളിലേക്ക് നമുക്ക് പോകാം. വിദ്യാർത്ഥിയായിരിക്കെ ഡിപ്ലോമ പ്രൊജക്റ്റായി ചെയ്ത ആദ്യ സിനിമ IFFK വേദിയിൽ പ്രദർശനത്തിനെത്തിയതിന്റെ ആവേശത്തിലാണ് യുവ സംവിധായകനായ അഫ്രദ് VK. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഫെസ്റ്റിവൽ കലഡോസ്കോപ്പ് വിഭാഗത്തിലാണ് അഷ്റഫിന്റെ ചിത്രം റിപ്റ്റൈഡ് ഇടം നേടിയത്. ഈ ഒരാള് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്, ഒന്നിച്ച് ഒരേ ബാച്ചിൽ പഠിച്ചിറങ്ങിയതാണ്. അപ്പൊ ആളുടെ സിനിമ ഇന്ന് ഇത്രയും വലിയൊരു ഇതില് IFFKയിലൊക്കെ പ്രദർശിപ്പിക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്റെയും കൂടി ഒരു സന്തോഷമാണ്. അപ്പൊ അഫ്രദ്, കഴിഞ്ഞ പ്രാവശ്യം 2022 നമ്മള് IFFK ഒന്നിച്ച് കാണാൻ വന്ന ആൾക്കാരാണ്. അപ്പൊ ഇവിടെ ഇപ്പോ നിന്റെ സിനിമ എന്ന് പറയുമ്പോൾ അത് പേഴ്സണലി എനിക്ക് അത്രയും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ സിനിമാ പ്രദർശനത്തിന്റെ സമയത്ത് നീ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡ്രീം കം ട്രൂ അല്ല, സ്റ്റിൽ ഒരു ഡ്രീമാണ്. അപ്പോ ഈ ഒരു ഡ്രീമിനെ കുറിച്ചിട്ട്, സിനിമയെ കുറിച്ചിട്ട് സത്യം പറഞ്ഞാല് ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം നമ്മള് ഡിപ്ലോമ ഫിലിമായിട്ട് തുടങ്ങിയ സിനിമ റോട്ടർഡാമിൽ പ്രീമിയർ ചെയ്യുന്നു, പിന്നെ അവിടുന്ന് ബെർലിനിൽ പോകുന്നു, അയർലാൻഡിൽ പോകുന്നു, പിന്നെ ഫൈനലി ലാസ്റ്റ് നമ്മളെല്ലാവരും സ്പെഷ്യലായി നിൽക്കുന്ന, എപ്പോഴും എല്ലാ കൊല്ലവും നമ്മൾ ഡെലിഗേറ്റ് ആയി വരുന്ന ഈ സ്ഥലത്ത് ഇപ്രാവശ്യം നമ്മുടെ സിനിമയായിട്ട് മുന്നോട്ട് വരാന്ന് പറയുന്നത് ഒരു ഭയങ്കര സർറിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. അതിപ്പോഴും നമുക്ക് ഈ ഒരു ജേർണി എങ്ങനെ സംഭവിച്ചു, നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് ആരെങ്കിലും കാണുമോ അല്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഡിപ്ലോമ ഫിലിം എടുക്കാന്നുള്ള രീതിയിൽ എടുത്തൊരു പ്രോജക്റ്റ് ഇങ്ങനെ ഇത്ര ആൾക്കാരെ മുന്നിൽ കാണിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര പ്രൗഡാണ്. ഒരു വൺസ് എന്താ പറയുക, വല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുന്നു ഈ മൊമെന്റിൽ. നമ്മൾ പൊതുവെ മലയാള സിനിമയിൽ കണ്ട് ശീലമില്ലാത്ത ഒരു രീതി, ഒരു നോൺ ലീനിയർ ആയിട്ടാണ് സിനിമ എടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഗേ ലവ് സ്റ്റോറി പറയുന്ന സിനിമയാണ്. അപ്പോൾ ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഒരു ധൈര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ പറയാം എന്റെ സിനിമയിലൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീമിൽ കൊണ്ടുവരാം, പ്രത്യേകിച്ച് ഫ്രെയിംസിന്റെ കാര്യം അത് എടുത്തു പറയേണ്ട, ആ ഒരു ലവ് സ്റ്റോറിയുടെ അതെല്ലാം നമുക്ക് ആ ഓരോ ഫ്രെയിമിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിം വെക്കുന്നതാണെങ്കിലും ഈ ഒരു പാറ്റേൺ ആണെങ്കിലും ഇങ്ങനെ ഒരു കഥയാണെങ്കിലും അത് എടുക്കാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയത്തിലോട്ട് എത്തിപ്പെടുന്നത് ആക്ച്വലി അതൊരു ധൈര്യം എന്നൊക്കെ എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു സിനിമ എടുക്കുന്നു, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ കണ്ടിട്ടുള്ള ബാക്കി സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാവണമെന്നും ടോട്ടലി തന്നെ നമുക്ക് എല്ലാ രീതിയിലും എക്സ്പെരിമെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ടോട്ടൽ ഫണ്ണായിട്ട് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാനും ടോട്ടലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് മൊത്തം പ്രൊജക്റ്റ് മൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അതിന് അങ്ങനത്തെ ഒരു വിഷ്വൽ ലാംഗ്വേജും അതിൻ്റെ എഡിറ്റിങ്ങിലായാലും സ്റ്റോറി ടെല്ലിങ്ങിലായാലും നറേഷനിലായാലും അതിൻ്റെ കഥ പറയുന്ന രീതിയിലായാലും അതിൻ്റെ പലതരത്തിലുള്ള മൊണ്ടാഷസ് കൂടെ ഒക്കെ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. സുഖാണ് ഇതിലെ ഒരു ലീഡ് ക്യാരക്ടറായിട്ട് അഭിനയിച്ചത്, സുഖാണ്. അപ്പോൾ ഈ ഒരു സിനിമയിലോട്ട് അഫ്രദ് എങ്ങനെയാണ് വന്ന് പറഞ്ഞത്, എങ്ങനെയാണ് സുഖു എന്നുള്ള ഈ റോൾ ചെയ്യാം എന്നുള്ള? ആക്ച്വലി ഞാൻ നന്നായിട്ട് ഫിലിമിനെ സ്നേഹിക്കുകയും ആക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ ബേസിക്കലി ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പം എനിക്കും അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ ബേസ്ഡ് സാധനം, പിന്നെ അത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു എന്താ പറയുക, അവനൊരു ഡിപ്ലോമ പ്രോജക്റ്റായിട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് ടൈം ഒരു ഡ്രീം ക്യാച്ചർ ആയിരിക്കുമല്ലോ. എല്ലാവരും സിനിമ കഴിഞ്ഞ് കണ്ടപ്പോൾ, ഷോ കഴിഞ്ഞ് കണ്ടപ്പോൾ അതിന്റെ സിനിമാറ്റോഗ്രാഫി അതിനെ കുറിച്ചിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. മീൻസ് ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷൂട്ടിംഗ് ആയിട്ടോ അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഒരു ഫാമിലിയോടോ ഒരു ട്രിപ്പിന് പോയിട്ട് എന്തൊക്കെ കുറച്ച് നേരം ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്നു, ചില്ല് ചെയ്യുന്നു, ആ ഒരു വൈബിലാണ് നമ്മളിത് ഫുള്ളി ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ എല്ലാം കൂടെ കൊളാബ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് അതിൻ്റെതായ കുറേ കാര്യങ്ങൾ കിട്ടി, ഇങ്ങനെ സെറ്റായി. വിമർശനങ്ങളും ഒപ്പം തന്നെ പോസിറ്റീവ് കമന്റ്സും വരുന്നുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ്? വിമർശനങ്ങൾ ഒരു സിനിമ എന്ന് പറയുന്നത് ടോട്ടലി സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അത് ഒരാൾക്ക് കാണുന്ന രീതിയിലായിരിക്കില്ല വേറൊരാൾക്ക് വേറൊരു രീതിയിൽ സിനിമനെ ഇഷ്ടപ്പെടുന്നത്. അത് എനിക്ക് തോന്നുന്നത് നമ്മളതിന് രണ്ടിനെയും ഇരു കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം വിമർശനങ്ങൾ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാനും നമുക്ക് തന്നെ സ്വയം അത് തെറ്റുകൾ തിരുത്താനും സഹായിക്കും. അതേപോലെ തന്നെ അപ്രിസിയേഷൻസ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടി പ്രചോദനം തരും. അപ്പോൾ രണ്ടിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. വിമർശനങ്ങൾ വരട്ടെ, കൂടുതൽ വിമർശനങ്ങൾ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അപ്പോൾ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുന്നുണ്ട്. അതെനിക്ക് IFFKയിലുള്ള ഒരു ക്രൗഡിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നുന്നുണ്ട് ഞാൻ ബാക്കിയുള്ള ഫെസ്റ്റിവൽസിലൊക്കെ പോയി വന്നപ്പോൾ. കാരണം ഇവിടെയുള്ള ഓഡിയൻസസ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് സിനിമനെ കാണുന്ന ആൾക്കാരാണ്. ഓരോ ആസ്പെക്ട്സിനെ കുറിച്ചും വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പൊളിറ്റിക്കൽ വശങ്ങളായാലും അതിൻ്റെ ഫിലിം മേക്കിംഗ് ആസ്പെക്ട്സ് ആയാലും വളരെയധികം ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം നോക്കുന്നുണ്ട്. അതൊരു വലിയ എനിക്കൊന്നും ഇവിടുത്തെ ഓഡിയൻസസിൻ്റെ ഒരു ക്വാളിറ്റിയാണ്
ഈ ഒരു ക്യൂന സെഷൻസിലും അല്ലെങ്കിൽ മൊത്തം ഫെസ്റ്റിവലിൽ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നു. വളരെയധികം പ്രതീക്ഷയോടെ ഞങ്ങളും കാത്തിരിക്കുന്നു. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമ അല്ലെങ്കിൽ ഇതിന്റെ സംവിധായകൻ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അഫ്രദിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരു വലിയ ജനറേഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഈ സംവിധായകൻ. ക്യാമറാമാൻ വിനോദിനൊപ്പം ആയിഷത്തുൽ ഷംന, ന്യൂസ് 18.